ആരും അങ്ങനെ നോക്കണേ ഈ ചെന അങ്ങനെ ആര് എന്താ ഇപ്പോൾ ഇവന്മാർക്ക് ഭ്രാന്തായോന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലട്ടോ, നമ്മൾ നൊസ്റ്റാൾജിയ എടുക്കാൻ പോവാം. നൊസ്റ്റാൾജിയ അത് എവിടെ കിട്ടുക? നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളൊക്കെ കുറച്ച് ചെറുപ്പകാലത്ത് ഇതേപോലത്തെ മാംഗോ ഹണ്ടിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ റീക്രിയേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ട് കാട്ടുകള്ളന്മാർ, രണ്ടല്ല 3 പെറുക്കി പോവില്ലേ? മാങ്ങ ആരാങ്ങ പറിക്കാൻ പോട്ടോ. കിട്ടുമല്ലേന്ന് അറിയില്ല, പോയി നോക്ക. കിട്ടുമല്ലേന്ന് അറിയില്ല, പോയി നോക്ക. ഒരു മാവ് മുറിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഒരു മാവ് മാത്രം ഇമ മാങ്ങണ്ട് കേട്ടോ. ഏകദേശം മാവിൻ്റെ അടുത്ത് എത്തിയിട്ടോ. മാങ്ങ പറയാണ്. ആ മാങ്ങ വീണെടുക്കുന്നുണ്ട്. കല്ല് അവിടെ ഇഷ്ടം പോലെ ഏറി ഏറി ഏറി. അതാ ഇടത്തെ കൈയുണ്ട്. അതാ മാങ്ങ വീണ്. കവുങ്ങ് കുലുക്കിയിട്ട് തള്ളില്ല. കവുങ്ങ് കുലുക്കിയിട്ട് അതാ അടക്ക വീണത്. അടക്ക വീണ്. ആ അടക്ക ഇല്ല, അടക്ക വീണ് കവുങ്ങ് കുലുക്കിയിട്ട്. അല്ല മാങ്ങ ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടം പോലെ ഇനിയുണ്ട്. സോളാർ സിസ്റ്റം വെച്ചിട്ടുണ്ട് കേട്ടോ. പന്നി വരുന്നതിന് വെച്ചാണ്. പക്ഷേ ഇതിൽ കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലാണ് സോളാറിൻ്റെത് വെച്ചിട്ടുള്ളത്. പഴയ ഫ്രിഡ്ജിൻ്റെ ബോക്സാണ്. അതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം. ഇതിനുള്ളിലാണ് മറ്റേ ഇൻവെർട്ടർ ബോക്സും സാധനങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് ഇത് ലോക്ക് ചെയ്ത് നോക്കുകയാണ്. ആമപ്പൂട്ട് സാംസങ്ങിൻ്റെ പഴയ ഫ്രിഡ്ജ്. അടിപൊളി സെറ്റപ്പ്. ഇത് ആർക്കെങ്കിലുമൊക്കെ മാതൃകയാക്കട്ടോ സംഭവം. പഴയ ഫ്രിഡ്ജ് എടുത്തിട്ട് സോളാർ പാനൽ സെറ്റ് ചെയ്യാം. നമ്മൾ പറമ്പ് കംപ്ലീറ്റ് ഫലവൃക്ഷങ്ങളാണ്. ഇച്ചിരി കൂടി പൊയ്ക്കാണ്ട്, എന്നാലും കിട്ടില്ല. കോമാങ്ങ പറിക്കൽ. ഉപ്പും മുളകിടാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഴയ മട്ടൽ നൊസ്റ്റാൾജി എടുക്കാൻ വേണ്ടിയിട്ട് മട്ടലെടുത്ത് കൊക്കോ തിന്നാം. ഇതാട്ടോ കോമാങ്ങ. ഉപ്പിടാ പഴുത്ത കോമാങ്ങ നല്ല പഴുത്ത. അതാ പോണം. ഉറുമ്പ് കടി. ഞങ്ങൾ തെക്കേണ്ടി തറവാട്ടിൽ പണ്ട് വല്യമ്മയുള്ള സമയത്ത് ഈ ഒരു ആരുമാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ഒക്കെ മുറിക്കപ്പെട്ട് വീടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും മുറിച്ചു പോയി. ഇപ്പം ഞങ്ങളെ ആ ഒരു പറമ്പിൽ ഈ മാങ്ങയല്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ആരുമാങ്ങ തേടി വന്നതാണ്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ കൂടി ഉണ്ട് ഞങ്ങളെ മനസ്സിൽ കേട്ടോ. ഞങ്ങൾക്കും ഞങ്ങളെ തെക്കേക്കണ്ടിക്കാർക്കും ഞങ്ങളെ അയൽവാസികൾക്കും ഒക്കെ ഈ ഒരു മാങ്ങ നല്ല ഓർമ്മ ഉണ്ടാകും. നല്ല ടേസ്റ്റ് ഉണ്ട്. ലക്ഷ്മണ നോക്ക് ഒരു മാങ്ങ എത്ര ഫോട്ടോ നമ്മളെ പഴയ നൊസ്റ്റാൾജിയാണ്. ഫോട്ടോ അടിപൊളി.
നിങ്ങൾ പറഞ്ഞ പുളിയൊന്നും ഇല്ലല്ലോ. പക്ഷെ അന്ന് കുറച്ച് ഇതുണ്ടായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, അടിപൊളി. 2 തോണി ഒരുമിച്ച് കാലത്ത് ഒഴിയെടുക്കാനില്ല. ആരുവാങ്ങ ഈമ്പുമ്പോ നോക്കണേ. ഈ ചെന ചുണ്ടുമല അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പൊള്ളും. അത് മാത്രമുള്ള അതിലൊരു പ്രശ്നമുണ്ട്. അത് കട്ട് ചെയ്ത് കളയാം. ഈ മാങ്ങ തിന്നാല് പല്ലിന് വേറെ പണി കൂടി ഉണ്ടാവും. പല്ലിന്റെ ഇടയിൽ ആര് കുടുങ്ങി കിടക്കും? ആര് കുടുങ്ങി കിടക്കും? അങ്ങനെ ആര് പല്ല് ആര് മാങ്ങ എന്നാണ് ഇതിന് പേര്. ആര് മാങ്ങ ഫുള്ള് ആരാണ്. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതാ ചളിയൊക്കെ കൂടി എന്നാലേ ഇടൂലട്ടോ അല്ലേ. അപ്പൊ രണ്ടാം റൗണ്ട് അടിച്ചോണ്ടിരിക്കുക അല്ലേ? രണ്ടാം റൗണ്ട് നോക്കി നിങ്ങള്. അടിപൊളി നല്ല പഴുത്ത് കിടക്കുന്ന ഇത്രയും ടേസ്റ്റുള്ള നാട്ടാണ് സാധനം. നല്ല ടേസ്റ്റുള്ള കാറ്റങ്ങട്ടായോണ്ട് മോട്ടർ വേണ്ടി. മോട്ടർ നമ്മങ്ങ് അരിക്കൂടലൊക്കെ പോയി. ആ മാങ്ങ വീണ് പോയി. മാങ്ങ മാങ്ങടേവ് വെള്ളത്തിൽ നിന്നാ ഷൂട്ടിങ്. സൺഡേ വൈബാണ്. സൺഡേ വൈബ്. ആ എൻ്റെ മാങ്ങ അതാ കൊമ്പത്ത് കിടക്കണ്. വായിൽ വെള്ളം മൂടുന്നുണ്ട്. സെറ്റല്ലേ? വാ പൊളി പൊളി പൊളി. നല്ല രസമുണ്ട്. പൊള്ളി. 1-2 തിന്നാൻ പറ്റുള്ളൂ. യെസ് ഇതിലെ പിടിച്ചാ. വോളിബോൾ ഗ്രൗണ്ടിലാണ്. പല്ല് പോവില്ല. ഇത് മിക്സിങ് കറക്റ്റാ.
കോമാങ്ങ 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 കോമാങ്ങ. നൊസ്റ്റാൾജി നൊസ്റ്റാൾജി. ഇന്നത്തെ മാങ്ങ ഹണ്ടിങ്ങും അതിൻ്റെ വിതരണവുമാണ് നിങ്ങളിപ്പോൾ ഒന്ന് വീഡിയോയിൽ കണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഞായറാഴ്ചകളുടെ ഒരു നാടൻ കലാപരിപാടികൾ. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഒരു കമൻ്റ് ഇട്ടോളി, ഒരു ലൈക്ക് ഇട്ടോളി, ഒന്ന് ഷെയർ ഇട്ടോളി, ഫോളോ ചെയ്തോളി. അടിപൊളി.